എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഔഷധ സേവ വന്നെത്തി നിൽക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 1-നാണല്ലോ ഇടവെട്ടി ഔഷധ സേവ. അപ്പോൾ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്താണ് ഈ ക്ഷേത്രം. തൊടുപുഴ നിന്നൊരു 5 കിലോമീറ്ററേ ഉള്ളൂ. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഇതിൻ്റെ ചടങ്ങുകൾ. അപ്പോൾ നമ്മൾ ഈ ഔഷധം സേവിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് എത്തിയാൽ ആദ്യം തന്നെ ഔഷധ സേവയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഔഷധ സേവയ്ക്ക് വലിയൊരു അനുഗ്രഹമായിട്ടുള്ളത് ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഇസ്കോണിൻ്റെ ഭക്തന്മാരാണ് നമുക്ക് ഔഷധം നൽകുന്നത്. അത് അരയാലിൻ്റെ ഇലയിൽ തയ്യാറാക്കിയ ഔഷധമാണ്. ഔഷധം അരയാലിൻ്റെ ഇലയിലാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ആചാര്യന്മാർ ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റുചൊല്ലി പ്രാർത്ഥന നിറഞ്ഞ മനസ്സോടുകൂടി രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണം എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഔഷധം സേവിക്കുന്നത്. രോഗങ്ങൾ കൊണ്ട് വലയുന്ന ആളുകളൊക്കെ ആണെങ്കിലും രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ മന്ത്രം ചൊല്ലി നമ്മൾ മരുന്ന് കഴിക്കുന്നു. അതിനുശേഷമാണ് ഭഗവാനെ കാണാനായിട്ട് നമ്മൾ നിൽക്കുക. അപ്പോൾ ഭഗവാനെ കാണാനായിട്ട് പോകുന്ന ആ ഒരു വഴിയിൽ നമുക്ക് ഭഗവാനെ സമർപ്പിക്കാനുള്ള വിഭവങ്ങൾ, വെണ്ണ ഉണ്ടാവും, അതുപോലെ നെയ്വിളക്കുണ്ടാവും, ഭഗവാൻ മാല സമർപ്പിക്കാം. അങ്ങനെയുള്ള വഴിപാടുകളൊക്കെയും നമുക്ക് പോകുന്ന വഴിയിൽ തന്നെ 2 സൈഡിലായിട്ട് കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ കൂടാതെ എണ്ണ സമർപ്പിക്കാം. അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തേക്ക് കിടന്നാൽ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് വരുന്ന എല്ലാവർക്കും ഈ ഒരു ചടങ്ങിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് കർക്കിടക കഞ്ഞി കൂടി കഴിച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ള വിപുലമായ സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ വരുന്ന എല്ലാവരും ഔഷധം സേവിച്ച് എന്ത് ചെയ്യുക, ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിച്ച് പുറത്തു കിടന്ന് ഈ കർക്കിടക കഞ്ഞി കൂടി കഴിച്ചിട്ടാണ് ഈ ചടങ്ങ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ അത് ഔഷധ സേവയ്ക്ക് വരുന്നവരെല്ലാവരും ഈ കർക്കിടക കഞ്ഞി കൂടി കഴിക്കണം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പം അങ്ങനെ ഈ കർക്കിടക മാസത്തിൻ്റെ മധ്യദിനത്തിൽ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുന്ന ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിൽ നടക്കുന്ന ഔഷധ സേവയിലേക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുകയാണ് എല്ലാവരെയും. ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.